നമസ്കാരം. നമ്മൾ മണൽ ഹുദ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അല്ലാരിഫ് ഹോസ്പിറ്റലും അതിൻ്റെ കൂടെ ചേർന്നുള്ള ആർത്തുല്യൻ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമും കൂടി ചേർന്ന് നടത്തുന്ന ഒരു സ്പോർട്സ് സർജറി കോൺക്ലേവിൻ്റെ അത് അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പ്രസ് മീറ്റ് കൂടിയത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് ഡോക്ടർ മുഹമ്മദ് ജാസിം. ഞാൻ അല്ലാരിഫിലെ സ്പോർട്സ് സർജറി യൂണിറ്റിലെ കൺസൾട്ടൻ്റാണ്. നമ്മുടെ കോഴ്സ് ചെയർമാൻ ഡോക്ടർ ഷമ്മാസ് ആണ്. പുള്ളിക്കാരന് കുറച്ച് തിരക്ക് കാരണം എത്തിപ്പെടാൻ പറ്റിയില്ല, അതിന് പകരമാണ് എത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ മണൽ ഹുദയുടെ അനുബന്ധ സ്ഥാപനങ്ങളാണ് ഒന്ന് എസ് കോളേജ്, അവിടുത്തെ പ്രിൻസിപ്പളാണ് ഡോക്ടർ ഫാറൂഖ്. അതുപോലെ ഓക്സ്ഫോർഡ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് ഡോക്ടർ മനോജ്. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ എച്ച് എ ആണ് ലിജോ. അതുപോലെ നമ്മുടെ പി ആർ ആണ് സന്തോഷ്. ഇതുപോലൊരു ബിഗ്ഗസ്റ്റ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇന്റർനാഷണൽ സ്പോർട്സ് സർജറി കോൺക്ലേവ് ആണ് നടത്തുന്നത്. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു സ്പോർട്സ് പേഴ്സണ് ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ കരിയർ തന്നെ ബാധിക്കുന്നതാണ്. ഒരു പരിക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം ആ പരിക്ക് എത്രയും വേഗം ഭേദപ്പെടുത്തി പുള്ളിയെ തിരിച്ച് സ്പോർട്സിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യലാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. ഇതിനുവേണ്ടി നമ്മൾ ഫിഫ സെൻ്റർ ഉണ്ട് ഖത്തറിൽ. അതിവിടാണ് സ്പോർട്സ് പ്ലേയേഴ്സിനെ ഫിഫയുടെ സർജറി ചെയ്യുന്ന മെയിൻ സെൻ്ററാണ് ഖത്തറിൽ. അവിടുത്തെ ഡോക്ടേഴ്സും നമ്മുടെ ഈ പ്രോഗ്രാമിന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഒരു 4 ഡോക്ടേഴ്സ് വന്ന് അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോൺ ഹോപ്പിൻസ് എന്ന് പറഞ്ഞാൽ US ഒരു ബിഗ്ഗസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടുത്തെ ഒരു ഡോക്ടറും നമ്മുടെ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നുണ്ട്. ഇതിന് 2 ദിവസമായിട്ടാണ് പ്രോഗ്രാം. ഒന്ന് മെയ് 2 വർക്ക്ഷോപ്പാണ്, അതായത് സർജറി ചെയ്ത് പഠിക്കാൻ. ഒന്ന് നമ്മൾ ആർട്രോലൻ ഡോക്ടർ ഷമ്മാസ് ഡെവലപ്പ് ചെയ്ത ഒരു നീ മോഡലുണ്ട്. ആ നീ മോഡലിനകത്ത് അതിനെ സർജറി ചെയ്ത് പഠിപ്പിക്കും. അത് നീയുടെ സർജറീസ്, ACL പോലുള്ള ലിഗമെന്റ് സർജറീസ്, മെനിസ്കസ് പോലുള്ള ഇതിൻ്റെ അത് ഡോക്ടേഴ്സിനെ പഠിപ്പിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ കടാവർ ലാബിൽ വെച്ചിട്ട് ഷോൾഡർ സർജറീസിൻ്റെ വർക്ക്ഷോപ്പാണ് ഉള്ളത്. പിന്നെ അതിനുശേഷം മെയ് 3 മെയിൻ കോൺഫറൻസ് നടത്തുന്നത്. അതിൽ ഒരു 150ഓളം ഡെലിഗേറ്റ്സ് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പിന്നെ ദുബായ് പോലുള്ള അടുത്തൊന്നും ഡെലിഗേറ്റ്സ് വരുന്നുണ്ട് പങ്കെടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഫാക്കൽറ്റീസ് ആണെങ്കിലും കേരളത്തിലെ നമ്പർ 1 സ്പോർട്സ് സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഇന്ത്യയിൽ നിന്ന്, അതായത് ഇന്ത്യൻ ഓർത്തോപെഡിക് സൊസൈറ്റിയുടെ സെക്രട്ടറി ഉണ്ട് ഡോക്ടർ രാജീവ് രാമൻ, അതുപോലുള്ളവരും പങ്കെടുക്കുന്നുണ്ട്. പിന്നീട് ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ഖത്തറിൽ നിന്നുള്ള ഫാക്കൽറ്റി, പിന്നെ റഷ്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇലിസാര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അവിടുത്തെ ഷോൾഡർ സ്പോർട്സ് സർജൻ ഡോക്ടർ ചെറക്കോവ് നിക്കോളോയും ഇതിൻ്റെ സയന്റിഫിക് ചെയറായിട്ട് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഡോക്ടേഴ്സിന് നമ്മളൊരു ഫെലോഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഡോക്ടർക്ക് US ജോൺ ഹോപ്പിൻസ് യൂണിവേഴ്സിറ്റിയിൽ 1 month ഫെലോഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഖത്തറിൽ ഈ ഫിഫ സെന്ററിൽ 2 പേർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ UK NHS യൂണിറ്റിൽ ഒരു 1 month ഒബ്സർവർഷിപ്പും ഇതിൽ പങ്കെടുക്കുന്ന ഡോക്ടേഴ്സിന് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അനുബന്ധ സ്ഥാപനങ്ങളായ എയ്സ് കോളേജ്, അതുപോലെ മറ്റ് ഓക്സ്ഫോർഡ് സ്കൂളിൽ അവിടുത്തെ സ്റ്റുഡൻസും അവരുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ഇന്നോവേഷൻസ് ഉണ്ട്. അതും ഈ പ്രോഗ്രാമിന് നമ്മൾ ഡിസ്പ്ലേയും കാര്യങ്ങളും അവർക്ക് സ്റ്റാളും ഒക്കെ ഉണ്ട്. Morning everybody. Since technology plays a vital role in the surgery, the medical field, the surgery and post-surgery operations, ACE College of Engineering is a sister concern of Manav Huda Trust. And the research and development wing of ACE College of Engineering has developed many prototypes and many projects which would aid the doctors community in the operations and in the physiotherapy after the post-operation. That is, there are certain projects which have been developed by our students, like AI assisted exoskeleton for knee and hip joints, support system for the radial palsy nerve system, support system for peroneal nerve palsy patients, and there are many other software projects which have been developed by the students and the staff which would aid the doctors in their medical field. All these projects will be on display in the venue of the conference on 2nd and 3rd of May. So we would request your participation so that you could see all the projects which have been developed to aid the medical community. Hi, good morning. I'm Manish from Oxford School, Trivandrum. Our senior students of the +2 have conducted some projects on this medical field. They have developed 2 papers. One is on preventive healthcare for everyone, and another is preventive healthcare and lifestyle management among students. They have taken this topic and they've done a research and
they have done the research through the medical literature, what they got it, and they have interviewed some of our students and their parents also. So it is basically how the lifestyle, today's lifestyle, the more the screen is there, they're looking at the smartphones, the TVs and all, how it has developed into they've started developing some of the diseases like obesity, blood pressure and all. So this is a study on that, how it will be developed, what is the cure for it, and what are the measures we have to take to avoid it. So it's a 2 projects, it will be there on display, so you can come and see it. കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആണത്. പ്രത്യേകിച്ച് നമ്മുടെ സ്പോർട്സ് ഇഞ്ചുറിയായിട്ട് ബന്ധപ്പെട്ടും അതിൻ്റെ പുതിയ ഇന്നോവേഷൻസും അതിൽ നടക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ സ്പോർട്സ് സ്കൂളുകളുണ്ട്, നമ്മുടെ ഒത്തിരി അക്കാദമിക് സെൻറ്റേഴ്സ് ഉണ്ട്, അക്കാദമീസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഇഞ്ചുറീസോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നാട്ടിൽ തന്നെ നന്നായി നമുക്ക് ചികിത്സ കിട്ടുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സെൻ്ററാണ് നമ്മുടെ അല്ലാരിഫ് ഹോസ്പിറ്റലും അതിൻ്റെ IOTS, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർത്തോപീഡിക്സിൻ്റെ സെൻ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് കൂടെ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതോടൊപ്പം ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസും കൂടെ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ പുതിയ ഇന്നോവേഷൻസും കൂടെ നമ്മുടെ സൊസൈറ്റി അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്.